കേരളത്തിലെ ലത്തീൻ സമുദായം വിവിധങ്ങളായിട്ടുള്ളൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ളൊരു വേളയിലാണ് KRCC ജനറൽ അസംബ്ലി നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും KRCC സാധാരണ പതിവായിട്ട് ആനുകാലിക വിഷയങ്ങളെപ്പറ്റി വളരെ ഗൗരവത്തിൽ പഠിക്കുകയും അതിൻ്റെ പ്രതികരണം പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗം ആണ്. അപ്പോൾ ഈ അസംബ്ലിയിലും ഈ സമീപകാലത്ത് സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ അത് ആഴത്തിൽ ചർച്ച ചെയ്യുകയും അതിന്മേൽ നമ്മുടെ ഒരു പ്രതികരണം സ്വാഭാവികമായിട്ടും സമൂഹത്തെ അറിയിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും JB കൊച്ചി കമ്മീഷൻ, കാരണം അതൊരു കാരണം നമ്മൾ വളരെയേറെ കാലം ആവശ്യപ്പെട്ടിട്ടാണ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത്. ആ കമ്മീഷൻ വളരെ ഗൗരവമായി പഠിക്കുകയും വളരെ ഗുണപരമായ സമൂഹത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കും ദളിത് ക്രൈസ്തവർക്കും സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ശുപാർശകൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അത് നേരെ സൂചിപ്പിച്ചത് 33 മാസം പിന്നിട്ടിരിക്കുന്നു. ഗവൺമെൻറ് ആ പ്രോസസ്സ് ഇത്തിരി കാലതാമസം സംഭവിച്ചു, വേണ്ടത്ര താല്പര്യം കാട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ഉദാസീനത പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് 33 മാസം എന്ന് പറയുന്നത്. ആ ശുപാർശകളിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റുമെന്ന് അഭിപ്രായം പറയാൻ പോലും അത്രയും ദിവസമെടുത്തു. കാരണം സ്വാഭാവികമായി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഫേസിൽ അല്പം കൂടെ സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ ആ ഒരു ഉദാസീനത അത് നമ്മൾ വളരെ പ്രയാസകരമായി തോന്നി. പ്രത്യേകിച്ച് നമുക്കറിയാലോ, റിപ്പോർട്ട് എന്ന് പറയുമ്പോഴേക്കും ആ റിപ്പോർട്ടിൽ ഇവരുടെ നിഗമനങ്ങളുണ്ടാവാം. എന്തുകൊണ്ട് ഈ പിന്നാക്കാവസ്ഥ വന്നു എന്നുള്ളതിനെ പറ്റി അവരുടെ നിഗമനങ്ങളുണ്ടാവാം. അപ്പോൾ ആ റിപ്പോർട്ട് പൂർണ്ണമായി ശുപാർശകൾ മാത്രമല്ലല്ലോ, റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഈ വിഭാഗങ്ങളെപ്പറ്റി അവരെന്ത് മനസ്സിലാക്കി എന്നുള്ളത് അറിയാൻ സഹായകരമാണ്. അതുകൊണ്ട് നമ്മൾ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് സമൂഹത്തിന് ഏതാണ് ആദ്യം വേണ്ടത്, ഏതാണ് അവസാനം, അല്ല ആ രീതിയിലുള്ള പ്രിയോറിറ്റൈസ് ചെയ്ത്, അങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്യുമ്പോഴേക്കും ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റികളുമായിട്ട് ആലോചിക്കുക എന്നുള്ളതാണ്. ആലോചിച്ചിട്ട് പ്രിയോറിറ്റൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു പക്ഷേ ഗവൺമെൻറ്റിന് താല്പര്യമുള്ളത് ഇങ്ങനെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മതാധ്യാപകർക്ക് വേണ്ടിയുള്ള, അത് മദ്രസ അധ്യാപകരും മതാധ്യാപകരും തമ്മിൽ താരതമ്യമില്ല. കാരണം ക്രൈസ്തവ സഭയിൽ, പ്രത്യേക കത്തോലിക്ക സഭയിൽ മതാധ്യാപനം എന്ന് പറയുന്നത് സുവിശേഷ ദൗത്യത്തിൻ്റെ ഒരു നമ്മുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതിനകത്ത് സാലറി, ശമ്പളം കൊടുക്കുന്ന. അപ്പം മദ്രസ അധ്യാപകർ അങ്ങനെയല്ല. ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്യുന്നു, അവർ നിശ്ചിത സമയം ജോലി ചെയ്യുന്നു, അവർക്ക് നിശ്ചിത വേതനം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആ ഒരു മോഡൽ ഇവിടെ എങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി നമുക്ക് സംശയം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് അതീവ താല്പര്യം എടുക്കുന്നു. മറ്റ് കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പിന്നാക്കം നിൽക്കുന്നു. അതൊക്കെ ഗൗരവമായ ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഗവൺമെൻറ് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് ലത്തീൻ സമുദായം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തീർച്ചയായിട്ടും സൂക്ഷ്മമായി. കാരണം നമ്മൾ ഓരോ ശുപാർശകളും നമ്മുടെ കയ്യിലുണ്ട്. ആ ഓരോ ശുപാർശകളും അതെങ്ങനെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നത്, അത് നമ്മൾ എത്രത്തോളം ഗുണകരമായി ബാധിക്കും, ദോഷകരമായി ബാധിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തും. പ്രതിഷേധ പരിപാടികൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തു? തൽക്കാലം നമുക്കറിയാം, ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സംഘടനയാണ് KLCA. ആ KLCA ആണ് KRLCC എന്നുള്ള രീതിയിൽ എല്ലാ പ്രശ്നങ്ങളിലും നേരിട്ട് ഇടപെടില്ല. അപ്പോൾ KLCA ഒരു തുടർച്ചയായി അവർ ഈ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുള്ള ജനജാഗരം പോലുള്ള പരിപാടികളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ അവർ ഒരു തേർഡ് ഫേസിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും കൺവെൻഷൻ നടത്താനുള്ള 2021 ഈ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്നതിന് തൊട്ട് മുമ്പാണ് JB കൊച്ചി കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ വീണ്ടും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി കഴിയുന്ന ഒരു അവസരത്തിൽ ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഒരു വേദനയായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് അവശേഷിക്കില്ല. അതിലെന്താണെന്ന് അറിയാൻ പോലുമുള്ള ഒരു അവകാശമില്ലാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഈ JB കൊച്ചി കമ്മീഷനെ സർക്കാർ നിയോഗിച്ചപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് കണ്ടത്. കാരണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് തീരദേശങ്ങളിൽ തിങ്ങിപ്പാർക്കുന്നവർ, പലവിധ കാരണങ്ങൾ കൊണ്ട് സാമൂഹിക നീതി നിഷേധിക്കപ്പെട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവസരം നിഷേധിക്കപ്പെട്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുണ്ട്. ആ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുവാൻ, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണനയും അവസരവും കൊടുത്ത് ഇവരെ വളർത്തേണ്ടതുണ്ട്, ഉയർത്തേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടാണ് കണ്ടെത്തിയത്. ഏതാണ്ട് 4.5 ലക്ഷത്തിൽ പരം അപേക്ഷകൾ കൃത്യമായ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ
വിവിധ സഭയിലെയും സാമുദായിക സംഘടനകളും വ്യക്തികളും ഒക്കെ ആയിട്ട് സമർപ്പിക്കുകയുണ്ടായി. പക്ഷെ ആ റിപ്പോർട്ട് സമർപ്പിച്ച് ഏതാണ്ട് 3 വർഷമാകാൻ പോകുന്നു. ഇതുവരെയും അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സത്യസന്ധമായ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ സർക്കാർ ഭയപ്പെടുന്നത്? കാരണം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട അത്രമാത്രം അനീതിയും അവസര നിഷേധവും ഈ ജനത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന സത്യം പൊതുസമൂഹം അറിയുന്നതിൽ സർക്കാരിന് ഭയപ്പാടുണ്ടോ? ഞങ്ങൾ സംശയിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇത് പുറപ്പെടുവിക്കുന്നില്ല? അതിനുശേഷമാണല്ലോ നടപ്പിലാക്കുന്ന കാര്യം. ഏതായാലും സർക്കാർ ഔദ്യോഗികമായി ഈ രേഖ പുറത്തുവിടുക്കുന്നില്ലെങ്കിലും 33 സർക്കാർ വകുപ്പുകളോട് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുവാൻ വേണ്ടി സർക്കാരിൽ നിന്ന് കൊടുത്ത ചില രേഖകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിൽ നിന്ന് അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളുണ്ടെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇതുവരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതായാലും സർക്കാർ തലങ്ങൾ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊക്കെ ഈ JB കോശി കമ്മീഷനുമായി റിപ്പോർട്ടുമായി സർക്കാർ ആലോചിക്കുന്നു എന്നൊക്കെ പറയുന്ന സന്തോഷം. പക്ഷേ അതിൽ ബഹുഭൂരിപക്ഷവും നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ നമ്മൾ ചിരിക്കാതെ എന്ത് ചെയ്യാണ്? നമ്മളിതറിഞ്ഞിട്ടില്ല, പൊതുജനം ഇതറിഞ്ഞിട്ടില്ല. എന്ത് നടപ്പിലാക്കി, അത് നടപ്പിലാക്കിക്കൊണ്ട് എന്ത് ഗുണപരമായ മാറ്റമുണ്ടായെന്ന് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പൗരന്മാർക്കൊന്ന് മനസ്സിലാകണ്ടേ? ഇന്ന കാര്യം ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചെയ്തു എന്ന് പറയുന്നതല്ലേ കുറേ കൂടി ഓരോ ഭരണാധികാരിക്കും ഭരണകൂടത്തിനും ആശ്വാസ്യമായത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടാകണം. ഏതായാലും ഒരു കാര്യം ഇതാണ്, 2023 മെയ് മാസത്തിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ സത്വരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുണ്ടായില്ല. സർക്കാരിനെ കൂടുതൽ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് മുതൽ പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ സഭാ സമൂഹങ്ങൾ, ലത്തീൻ സഭയും അതുപോലെ വിവിധ സമുദായ സംഘടനകൾ, KLCA പോലുള്ള സംഘടനകളൊക്കെ പൊതുജനത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഇതുപോലൊരു കണ്ടെത്തൽ ഈ സർക്കാരിൻ്റെ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ കമ്മീഷൻ്റെ നിർദ്ദേശം നേടിയെടുക്കണമെങ്കിൽ നമ്മളതിന് ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് പ്രവർത്തിക്കണമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല തലങ്ങളിലുള്ള പരിപാടികൾ നടക്കുകയായിരുന്നു. പ്രത്യേകിച്ച് KRLCC കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ജനജാഗര സമ്മേളനങ്ങൾ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് ജനജാഗര സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. അതോടൊപ്പം KLCA കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ KLCAയുടെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതെല്ലാം അതുപോലെ 1000 യോഗങ്ങൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കണം, റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1000 യോഗങ്ങൾ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ 1000 യോഗം. അങ്ങനെ പൊതുജനം ഇന്നതിനെപ്പറ്റി അവെയറാണ്. അവർക്കറിയാം അർഹതപ്പെട്ടത് അല്ലെങ്കിൽ ഈ കമ്മീഷൻ നിർദ്ദേശിച്ചത് ലഭ്യമാകണമെന്ന് പൊതുജനം ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് പുതിയ ഗവൺമെൻറ്റിനും തിരഞ്ഞെടുപ്പിലേക്ക് മുന്നോട്ട് പോകുന്ന മുമ്പ് ഇനിയുള്ള നാളുകളിലെങ്കിലും ചുരുങ്ങിയ നാളുകളെ ഉള്ളൂ നമുക്കറിയാം, സത്വരമായി ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ നഷ്ടപ്പെട്ട നീതി പുനഃസ്ഥാപിക്കുവാൻ പ്രത്യേകിച്ച് നമ്മുടെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് KK നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കണക്ക് നമുക്കറിയാം. പ്രത്യേകിച്ച് ലത്തീൻ ജനവിഭാഗത്തിനും അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് നഷ്ടപ്പെട്ട അവസരങ്ങളെ പറ്റി പഠിക്കാൻ കേവലം 10 വർഷം സ്വാതന്ത്ര്യം ലഭിച്ച അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ളതാണ് പറഞ്ഞത്. പക്ഷേ 10 വർഷത്തെ കണക്കെടുത്തപ്പോൾ തന്നെ 4413 അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കുവാൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വേണമെന്ന് KK നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണമെന്ന്. ഇതുപോലെയുള്ള ശരിയായ പരിഹാരങ്ങൾ കയ്യിലിരിക്കെ എന്തുകൊണ്ട് അത് വെളിപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്ന ആർജവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ സ്നേഹത്തോടെ ചോദിക്കുന്നത്. അതിനുള്ള ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.